പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയാണ്. കല്യാണ തലേദിവസം വീട്ടിൽ നിന്ന് ഒരുപാട് ആഭരണങ്ങളൊക്കെ വേദയ്ക്ക് കൊണ്ടുവരുന്നുണ്ട്. അതെല്ലാം അണിഞ്ഞ് മെഹന്തി, അതായത് മഞ്ഞൾ കല്യാണം അടിപൊളി ആഘോഷിക്കുന്നുണ്ട്. എന്തായാലും ഇത്തവണ എല്ലാവരും വേദയുടെ മുഖത്ത് മഞ്ഞളൊക്കെ തേച്ച് ശരിക്കും ദർശൻ്റെയും വേദയുടെയും വിവാഹ തലേ ദിവസം പോലെ തന്നെയാക്കുന്നുണ്ട്. വിക്രമിൻ്റെ മുഖം മാത്രത്തിൽ മങ്ങിയിരിക്കുന്നുണ്ടെങ്കിലും ഏട്ടത്തിമാരും അമ്മയും അച്ഛമ്മയും എല്ലാവരും കവളത്തൊക്കെ മഞ്ഞൾ തേച്ച് കൊടുത്ത് വേദന നല്ല സന്തോഷിപ്പിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. നമ്മുടെ നന്ദിനി മാത്രം ഇച്ചിരി വേദനയോടുകൂടി കഴിഞ്ഞിട്ട് മഞ്ഞൾ തേച്ച് കൊടുക്കുന്നതും കാണിക്കുന്നുണ്ട്. പിന്നീട് പാട്ടും കൂത്തും ഡാൻസൊക്കെ ഇനി സ്വന്തം അമ്മ വരെ, വിക്രമിൻ്റെ അമ്മ വരെയും ഡാൻസ് കളിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. ശ്രീജ, അതുപോലെ തന്നെ നന്ദിനി, വിശ്വ, വിനായകനും എല്ലാവരും കൂടുന്നുണ്ട്. അച്ഛമ്മ അടിപൊളിയായിട്ട് തന്നെ ഇനി ഡാൻസ് കളിക്കുന്നത്. ആ സമയത്ത് പിന്നെ സുധാകരൻ മാഷിന് മാറി നിൽക്കാൻ കഴിയില്ല. അങ്ങനെ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി സുധാകരൻ മാഷും അവരുടെ കൂടെ കൂടുന്നുണ്ട്. നല്ല സന്തോഷത്തിൽ തന്നെ എന്തായാലും നമ്മുടെ വിക്രമിൻ്റെ വീട്ടിൽ അടിപൊളിയായിട്ട് തന്നെ മെഹന്തി, അതായത് മഞ്ഞൾ കല്യാണം നടക്കണ്. അച്ഛന്മാരെ ഇടയ്ക്കിടയ്ക്കുള്ള നോട്ടവും ഒക്കെ നമ്മുടെ വിക്രമിന് ഡാൻസ് കളിക്കാനിരിക്കാനും പറ്റില്ല. അങ്ങനെ നമ്മുടെ കല്യാണം നന്നായി നടക്കുന്നുണ്ട്. കല്യാണമല്ല, മഞ്ഞൾ കല്യാണം നന്നായി നടക്കും. അതിനുശേഷം വേദയ്ക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. കാരണം അന്ന് രാത്രി മഴ പെയ്തപ്പോൾ ആ വീട്ടിൽ കയറി വന്ന അതേ മുഹൂർത്തമൊക്കെ മനസ്സിൽ വരും. പിന്നീട് ശ്രീജനെ എടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു ഭാഗമുണ്ട്. ശ്രീജേട്ടീനെ സമാധാനിപ്പിക്കുന്നതും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അതേക്കുറിച്ചൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല മോളെ, ഇതാണ് നിൻ്റെ ജീവിതം, ഇതാണ് നിൻ്റെ വീട്, ഇതാണ് നിൻ്റെ ഭർത്താവ്, അപ്പോൾ അങ്ങനെ കണക്കാക്കാന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും. പിന്നീട് പിറ്റേ ദിവസം നേരം വെളുത്ത് എല്ലാ രീതിയിലും നല്ല അടിപൊളിയായി കഴിഞ്ഞിട്ട് തന്നെ കല്യാണമൊക്കെ നടത്താൻ തീരുമാനിക്കുന്നത് നമ്മുടെ വേദ. സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി എല്ലാ സ്വർണ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ശരിക്കും വേദയുടെ അമ്മയും അച്ഛമ്മയും മുത്തശ്ശിയും ആഗ്രഹിച്ച പോലൊരു കല്യാണ പെണ്ണായി വേദ വരുന്നുണ്ട്. വേദയുടെ മുഖത്തും നല്ല സന്തോഷമുണ്ട്. അനിയത്തിയും വന്നിട്ടുണ്ട് വിവാഹം കാണാൻ വേണ്ടിയിട്ട്. ആ സമയത്തിന് പെട്ടെന്ന് വേദയുടെ അച്ഛന് പെട്ടെന്ന് പടിയുമെന്ന് വീഴുന്നതാണ്. കല്യാണത്തിൻ്റെ കാര്യമൊക്കെ ആലോചിച്ച് ആൾ മനസ്സുകൊണ്ട് വിഷമിച്ച് ആൾക്ക് അവിടെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അഭിമാനം സമ്മതിക്കാത്തത് കൊണ്ട് വന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഇത് നമ്മുടെ ദീപ്തി അയ്യോ ഫോൺ വരുന്ന സമയത്ത് അച്ഛാന്ന് വിളിച്ച് കഴിഞ്ഞിട്ട് അലറിക്ക് അറിയുന്നുണ്ട്. ആ സമയത്ത് അച്ഛമ്മയും ദീപ്തിയും അമ്മയൊക്കെ ഇറങ്ങി ഓടുമ്പോൾ നമ്മുടെ ഈ വേദയ്ക്കും പോകാണ്ടിരിക്കാൻ കഴിയില്ല. വേദയും പോകുന്നുണ്ട്. എനിക്കും വരണം എന്ന് പറഞ്ഞ് വേദയും കൂടെ ആ കല്യാണപ്പന്തലിൽ നിന്നും ഇറങ്ങി ഓടുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. അത് സൂചനയാണെന്നൊക്കെ പറഞ്ഞ് നന്ദിനി കുറ്റം പറയാൻ നോക്കുന്നുണ്ടെങ്കിലും അച്ഛമ്മ വായ അടപ്പിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ വേദയുടെ അച്ഛൻ ഹോസ്പിറ്റലാവുന്നൊക്കെ ഉണ്ട്. ഹോസ്പിറ്റലായതിനു ശേഷം വിക്രമിനെ വേദനയും കാണണമെന്നും പറയുന്നുണ്ട്. അതിനുശേഷം ആ ഹോസ്പിറ്റലിൽ ആ മരണക്കിടക്കയിൽ വെച്ച് നമ്മുടെ വിക്രം അദ്ദേഹത്തിന് വാക്ക് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം അത് ചെയ്യിപ്പിക്കുന്നതിന് എൻ്റെ മോളെ നീ റൗഡിയാണെന്ന് അറിയാം, എൻ്റെ മോളെ വാശിക്ക് മുന്നിൽ ഞാൻ മുട്ടുകുത്തിയതിന്, അതുകൊണ്ട് അവളെ നീ പൊന്നു പോലെ നോക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ആ അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാണ്ട് എന്നെ പറ്റില്ല. വിക്രം അങ്ങനെ അയാൾക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. വേദയെ പൊന്നു പോലെ നോക്കിക്കോളാൻ അച്ഛൻ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, സാർ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട എന്ന് വിക്രം പറയും.